കാസർഗോഡ് കാഞ്ഞങ്ങാട് 11 വയസ്സുകാരന് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പരാതി. കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിക്കെതിരെയാണ് കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയത്. കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പിഴവ് ചൂണ്ടിക്കാണിച്ചും അധികൃതർ കുട്ടിയെ ചികിത്സിച്ചില്ലെന്നും കാണിച്ച് രക്ഷിതാക്കൾ ജില്ലാ കളക്ടർക്കും പോലീസിലും പരാതി നൽകി. 2 ദിവസം മുൻപ് സൈക്കിളിൽ നിന്ന് വീണ് വലതുകൈയൊടിഞ്ഞ നിലയിലാണ് കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് സ്വദേശിയായ 11-കാരനെ കോട്ടച്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ ശസ്ത്രക്രിയയ്ക്ക് നിർദ്ദേശിച്ചു. ഇന്നലെ രാവിലെ വലതുകൈയിൽ കമ്പിയിട്ടതിനു ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഡ്രിപ്പ് കയറ്റിയാണ് കുട്ടിയെ റൂമിലേക്ക് മാറ്റിയത്. തുടർന്ന് കുടുംബം നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന് കയറ്റിയ മരുന്നിന്റെ കാലാവധി കഴിഞ്ഞതായി മനസ്സിലായത്. ഗ്ലൂക്കോസ് കയറ്റുന്നതിന്റെ ഡേറ്റ് നോക്കിയതാ. അപ്പോഴേക്ക് 2023 അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവരോട് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ അവരാരും വരുവോ നോക്കിയോ ഒന്നുമില്ല. ഞങ്ങളിങ്ങനെ പറയുമ്പോൾ അവർ അതിൽ ഉപ്പും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ. വെറുതെ ഒരു ഉപ്പും പഞ്ചസാരയും മാത്രമേ ഉള്ള ഒരു ഗ്ലൂക്കോസ് ആണെങ്കിൽ കൂടി അവർക്കത് നോക്കാൻ പാടില്ല. ആശുപത്രി അധികൃതരെ ഉടൻ വിവരമറിയിച്ചെങ്കിലും ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അവരെ ഭാഗത്ത് തെറ്റ്. അവർ എന്തായാലും അതിനൊരു ക്ഷമാപണം ഒന്നും ഒരു കാര്യവും പറയുന്നില്ല. ഇനിയും അങ്ങനെ ചെയ്താലും ഒന്നും പ്രശ്നമില്ല എന്നുള്ള ഒരു മട്ടാന്ന് അവർക്ക്. അപ്പം പിന്നെ നമ്മൾ അതിന്റെ പരാതി അല്ലാതെ നമുക്കതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ ആൾക്ക് ഒരു കുട്ടിക്കാണ് സംഭവിക്കരുത്. എന്നാൽ വിഷയത്തിൽ ആശുപത്രി അധികൃതർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആശുപത്രിയുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം ജില്ലാ കളക്ടർക്കും DMOയ്ക്കും ഹോസ്ദുർഗ് പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.